സ്വന്തം മുറിവുകൾ മറന്ന് പുതിയൊരു തുടക്കം കുറിക്കാൻ ശ്രമിച്ച അവൾക്ക് മുന്നിൽ വീണ്ടും പരീക്ഷണങ്ങളുടെ വാതിലുകൾ തുറന്നു. വിശ്വസിച്ചവർ തന്നെ വിധി പറയാൻ നിന്നപ്പോൾ താങ്ങായി നിന്ന ഒരേയൊരു ഹൃദയത്തെയും അവളിൽ നിന്നകറ്റാൻ ചിലർ ശ്രമിച്ചു. സ്നേഹവും സ്വാർത്ഥതയും ഏറ്റുമുട്ടുന്ന ഈ നിമിഷത്തിൽ അവളുടെ ജീവിതം മറ്റൊരാളുടെ തീരുമാനങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുന്നു. വെൽക്കം ടു സ്റ്റോറി രഹസ്യബന്ധം എപ്പിസോഡ് 9. ഹരിയും കാവ്യയും ഉറപ്പിച്ചു പറഞ്ഞു, മീരയുടെ കല്യാണം ഉടനടി നടത്തണം. അമ്മ ആശയക്കുഴപ്പത്തോടെ. പക്ഷേ അതിനൊക്കെ മീര സമ്മതിക്കുമോ? കാവ്യ കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. പിന്നെ സമ്മതിക്കാതെ ഇല്ലെങ്കിൽ അവളെക്കൊണ്ട് നമ്മൾ സമ്മതിപ്പിക്കണം അമ്മേ. നമ്മുടെ കുടുംബത്തിന് മാനം രക്ഷിക്കാൻ അവളത് ചെയ്തേ പറ്റൂ. അച്ഛൻ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു. പറയാൻ എളുപ്പമാണ് കാവ്യ, പക്ഷേ ഇത്രയും പെട്ടെന്ന് എവിടെ നിന്നാണ് ഇനി അവൾക്കൊരാലോചന വരിക? ഹരിയുമായുള്ള ബന്ധം തകർന്ന കാര്യം നാട്ടിലെല്ലാവർക്കും അറിയാം. ഹരി മുഖത്ത് കാവട്യം നിരത്തുകൊണ്ട് പറഞ്ഞു. അതിന് എൻ്റെ കയ്യിലൊരു വഴിയുണ്ട് അച്ഛാ. എൻ്റെ പുതിയ ബിസിനസ് പാർട്ണറുണ്ട്. ഭാര്യ മരിച്ചുപോയ ആളാണ്. അദ്ദേഹത്തിന് മക്കളെ നോക്കാൻ ഇപ്പോൾ നല്ലൊരു അമ്മ ആവശ്യമുണ്ട്. മീര എന്തായാലും ഇനി രണ്ടാം കെട്ടുകാരുടെ ലിസ്റ്റിലുള്ളതാണല്ലോ. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ആളുകളല്ലേ അവർക്ക് കിട്ടുകയുള്ളൂ. ഇതുതന്നെ മീരയുടെ ഭാഗ്യമായി കരുതിയാൽ മതി. കാവ്യ: അതെ അച്ഛാ, ഹരിയേട്ടൻ പറയുന്നത് വളരെ ശരിയാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അയാൾക്ക് മീര ചേച്ചിയേക്കാൾ വയസ്സൽപ്പം കൂടുതലാണ്. എന്ന് വെച്ചാൽ കുറച്ച് പ്രായമുള്ള ആളാണ്. അച്ഛൻ മടിയോടെ. പ്രായം കൂടുതലോ? അതെങ്ങനെ ശരിയാകും? ഹരി അച്ഛനെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അതൊന്നും സാരമില്ല അച്ഛാ. വിവാഹങ്ങളൊക്കെ പ്രായവ്യത്യാസം നോക്കാതെ ഇങ്ങനെയല്ലേ നടക്കാറുള്ളത്. അയാൾ വലിയ പണക്കാരനാണ്. മീര അവിടെ രാജ്ഞിയെപ്പോലെ വാഴും. മകളുടെയും മരുമകൻ്റെയും കള്ളവാക്കുകൾ കേട്ട് നാട്ടുകാരുടെ മുന്നിൽ ഇനി നാണം കെടേണ്ടി വരുമോ എന്ന ഭയം കാരണം ആ വൃദ്ധരായ മാതാപിതാക്കൾ ആ ചതിക്കുഴിയിൽ വീണുപോയി. അവർ ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. അച്ഛനെയും അമ്മയും പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കിയ ആശ്വാസത്തോടെ ഹരിയും കാവ്യയും തങ്ങളുടെ റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയതും കാവ്യ വാതിലടച്ചു. ഒരു വലിയ യുദ്ധം ജയിച്ച സന്തോഷത്തിൽ അവർ രണ്ടുപേരും മതിമറന്ന് ചിരിക്കാൻ തുടങ്ങി. ഹരി പെട്ടെന്ന് തൻ്റെ ഫോണെടുത്ത് ആ ബിസിനസ് പാർട്ണറെ വിളിച്ചു. ഏകദേശം 60 വയസ്സുകാരനായ ഒരു വൃദ്ധനായിരുന്നത്. ഹരി ഫോണിലൂടെ വിനയത്തോടെ, ഹലോ സാർ, ഞാൻ ഹരിയാണ്. സാർ പറഞ്ഞ കാര്യം എല്ലാം ഞാനിവിടെ ശരിയാക്കിയിട്ടുണ്ട്. വീട്ടുകാരെ ഞാൻ സമ്മതിപ്പിച്ചു. മീര ഉടനെ തന്നെ നാട്ടിലെത്തും. അതുകൊണ്ട് സാർ പറഞ്ഞ വലിയ പ്രോജക്റ്റിനി എനിക്ക് തന്നെ തരണേ. കരാർ ഒപ്പിടണം സാർ. മറുതലക്കിൽ നിന്നും ആ 60 വയസ്സുകാരൻ കാമക്കണ്ണുകളോടെ ചിരിച്ചു. തീർച്ചയായും ഹരി, ആ മീര എൻ്റെ കൈകളിൽ എത്തിക്കുന്ന നിമിഷം ആ വലിയ പ്രോജക്റ്റ് നിൻ്റെ കൈകളിലിരിക്കും. ഇത് എൻ്റെ വാക്കാണ്. ഫോൺ വെച്ച ശേഷം ഹരിയുടെ മുഖത്ത് ചെറിയൊരു സംശയം നിഴലിച്ചു. അവൻ കാവ്യയെ നോക്കി. ഇടി കാവ്യ, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഒരു സംശയം. ഇനി എങ്ങാനും ആ 60 വയസ്സേനെ കല്യാണം കഴിക്കാൻ മീര സമ്മതിക്കാതിരുന്നാലോ? അവളിപ്പോൾ പഴയ മീരയല്ല, പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാവ്യ ഒരു കുറുക്കൻ്റെ ചിരിയോടെ. അതിന് അവളുടെ സമ്മതം ഇവിടെ ആർക്ക് വേണം ഹരിയേട്ടാ? അവളറിയാതെ പോലും നമ്മൾ ഈ കല്യാണം നടത്തിയിരിക്കും. അവളെ ഇവിടെ എത്തിച്ചിട്ട് വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്തോ ഭീഷണിപ്പെടുത്തിയോ നമ്മളത് നടത്തിക്കും. അവൾ 60കാരൻ്റെ കൂടെ പോകുന്നതോടെ അവളുടെ കഥ കഴിയും. മീരയുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നതിലൂടെ തങ്ങൾക്ക് വരാൻ പോകുന്ന കോടികളുടെ ബിസിനസ് ലാഭത്തെക്കുറിച്ചും ആഡംബര ജീവിതത്തെക്കുറിച്ചും ഓർത്ത് അവർ രണ്ടുപേരും കറുത്ത ചിരിയോടെ പരസ്പരം കൈകൾ കോർത്തു പിടിച്ചു. അതേസമയം ഹൈദരാബാദിൽ നിന്നും കേരളത്തിലേക്കുള്ള ട്രെയിനിൽ ദേവനും മീരയും ഒന്നിച്ച് യാത്ര ചെയ്യുകയായിരുന്നു. വിൻഡോ സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കുന്ന മീരയുടെ മുഖത്ത് വല്ലാത്തൊരു ഭയവും സങ്കടവും ഉണ്ടായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു മകൾക്കുണ്ടാകേണ്ട സന്തോഷമൊന്നും അവൾക്കില്ലായിരുന്നു. യാത്രയിലുടനീളം ദേവൻ അവളുടെ ഒപ്പമുണ്ടായിരുന്നു. അവളുടെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അവൻ അതീവ ശ്രദ്ധയോടെയാണ് നോക്കിയത്. അവൾക്ക് കുടിക്കാൻ വെള്ളം വേണോ, കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചോ എന്ന് തുടങ്ങി അവളുടെ ചെറിയൊരു ഭാവവ്യത്യാസം പോലും ദേവൻ ശ്രദ്ധിക്കുന്നത് മീരയിൽ വലിയ അത്ഭുതമുണ്ടാക്കി. തൻ്റെ മുൻകാല ജീവിതത്തിൽ ഹരിയിൽ നിന്നും ഇങ്ങനെയൊരു കരുതലോ സ്നേഹമോ മീരയ്ക്ക് ഒരിക്കലും ലഭിച്ചിരുന്നില്ല. എപ്പോഴും പണത്തിന് പുറകെ മാത്രം പായുന്ന ഹരിക്ക് മീരയുടെ മനസ്സറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവനിൽ നിന്നും യാതൊന്നും പ്രതീക്ഷിക്കാതിരുന്ന മീരയ്ക്ക് അവൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം വലിയൊരു ആശ്ചര്യമായിരുന്നു. താൻ ചോദിക്കാതെ തന്നെ തൻ്റെ മനസ്സും സങ്കടങ്ങളും തിരിച്ചറിഞ്ഞ് തൻ്റെ നിഴലായി കൂടെ നിൽക്കുന്ന ദേവനെ അവൾ ജനലിലൂടെ വരുന്ന കാറ്റേറ്റ് പതുക്കെ നോക്കി. ആത്മാർത്ഥതയുടെ മറുരൂപമായ മനുഷ്യനോട് മീരയുടെ മനസ്സിൽ വർഷങ്ങൾക്ക് ശേഷം പതുക്കെ ഒരു ഇഷ്ടം വിരിഞ്ഞു. അത് വെറുമൊരു നന്ദിയോ ബഹുമാനമോ ആയിരുന്നില്ല, മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ വിരിഞ്ഞ സങ്കടം കലർന്ന പ്രണയമായിരുന്നു. മീരയുടെ കഴുത്തിലെ താലി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവർ നാട്ടിലേക്ക് അടുക്കുമ്പോൾ അവിടെ തങ്ങളെ കാത്തിരിക്കുന്നത് കാവ്യയുടെയും ഹരിയുടെയും ക്രൂരമായ മറ്റൊരു ചതിക്കുഴിയാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിർത്തുമ്പോൾ മീരയുടെ നെഞ്ച് ഭയം കൊണ്ടിരിക്കുകയായിരുന്നു. എത്രയൊക്കെ ധൈര്യം സംഭരിച്ചാലും സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവർ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന പേടി അവളെ അലട്ടി. മീരയുടെ മുഖത്തെ ഭാവമാറ്റം മനസ്സിലാക്കി ദേവൻ അവളുടെ തോളിൽ പതുക്കെ തട്ടി. ട്രെയിൻ യാത്ര കഴിഞ്ഞ് മീര വീട്ടിലെത്തുമ്പോൾ ദേവൻ അവൾക്ക് ധൈര്യം നൽകി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ വീട്ടുപടിക്കൽ വെച്ച് മീര ദേവനോട് പറഞ്ഞു, ദേവ, ഞാൻ ആദ്യം വീട്ടിൽ കയറി അച്ഛനോടും അമ്മയോടും സംസാരിക്കാം. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാതിരിക്കാൻ നീ ഇപ്പോൾ മാറി നിൽക്കുന്നതാകും നല്ലത്. ദേവൻ അതിന് സമ്മതിച്ച് മാറി നിന്നു.
മീര വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ അവൾ വിചാരിച്ചതിനും തികച്ചും വിപരീതമായാണ് കാര്യങ്ങൾ സംഭവിച്ചത്. അച്ഛനും അമ്മയും അവളെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചു. അവർ അവളെ ചീത്ത പറയുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നുമായിരുന്നില്ല. പകരം യാത്രാക്ഷീണം മാറ്റാൻ അവളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാനിരുത്തി. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ ഇപ്പോഴും തന്നോട് സ്നേഹമേ ഉള്ളൂ എന്നോർത്ത് മീരയ്ക്ക് വലിയ സന്തോഷം തോന്നി. അവൾ ഡൈനിങ് ടേബിളിലിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കൊടുങ്കാറ്റ് പോലെ ഹരിയും കാവ്യയും അങ്ങോട്ട് കയറി വന്നത്. അവരെ കണ്ടതും മീരയുടെ മുഖത്തെ സന്തോഷം മാഞ്ഞു. കാവ്യയും ഹരിയും വന്ന ഉടനെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് മീരയും ദേവനെയും കുറിച്ച് ക്രൂരമായ അപവാദങ്ങൾ പറയാൻ തുടങ്ങി. ഹൈദരാബാദിൽ അവർ ഒരുമിച്ച് ഒരേ ഫ്ലാറ്റിലാണ് താമസിച്ചതെന്നും മീര കുടുംബത്തിൻ്റെ മാനം കെടുത്തിയെന്നും അവർ ആവർത്തിച്ചു. ഹരി കടുപ്പത്തിൽ തന്നെ പറഞ്ഞു, ഇവളെ വരുത്തി വെച്ച് നാണക്കേട് മാറ്റാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ കൊണ്ടുവന്ന ആലോചനയ്ക്ക് ഇവൾ ഇപ്പോൾ തന്നെ സമ്മതിക്കണം. ഈ കല്യാണം ഇന്ന് തന്നെ ഇവിടെ വെച്ച് നടക്കും. മീര ഭക്ഷണത്തിനിടയിൽ നിന്നും എഴുന്നേറ്റ് അതിനെ ശക്തമായി എതിർത്തു. ഇല്ല, ഞാനതിനെ സമ്മതിക്കില്ല. എന്നെ ചതിച്ച് നിങ്ങൾക്ക് മുന്നിൽ ഇനി ഞാൻ വഴങ്ങിത്തരില്ല. എനിക്കിവിടുന്ന് പോകണം എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോകാൻ തുനിഞ്ഞതും പെട്ടെന്ന് മീരയുടെ തല കറങ്ങാൻ തുടങ്ങി. കൺമുന്നിലെല്ലാം ഇരുളടയുന്നത് പോലെ അവൾക്ക് തോന്നി. ഒടുവിൽ അവൾ ബോധരഹിതയായി തറയിലേക്ക് വീണു. കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.